നിങ്ങൾക്കൊരു ദിവസം കലശമായ ദാഹം അനുഭവിച്ചു. ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്ത ദാഹം. കൊട്ടാരത്തിലെവിടെയും ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ രാജ്യം മുഴുവനും നിങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി പട്ടാളക്കാരും നിങ്ങളുടെ ഹാദിമീങ്ങളും എല്ലാവരും സെർച്ച് ചെയ്തു. ഒരു തുള്ളി വെള്ളം എവിടെ നിന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മരണത്തോട് മല്ലിടുന്ന, ദാഹിച്ചിട്ട് മരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെത്തി. അപ്പോഴാണ് നിങ്ങൾക്ക് അപരിചിതനായ, പരിചയമില്ലാത്ത ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് എന്ന് വിചാരിക്കരുത്, വെള്ളത്തിന് വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തു പറയും? തരാം എന്ന് പറയും. എത്രയാ വില? എത്ര വില എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ രാജ്യം ഉണ്ടല്ലോ, വിശാലമായ സാമ്രാജ്യം, ഇതിൻ്റെ നേരെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എഴുതി കൊടുക്കുമോ എന്ന് ഇബ്നു സമ്മാക്ക് തങ്ങൾ വളരെ സോഫ്റ്റായിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിച്ചു. ഹാറൂൺ റഷീദ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ വില. ഇപ്പോൾ യഥേഷ്ടം കിട്ടുന്നുണ്ടല്ലോ കുടിവെള്ളം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി. ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റിൽ പോകുന്നില്ല, മൂത്രം ഒരുപാട് തവണ പോയി. പലരും പറയുന്നു വെള്ളം കുടിക്കണം. നിങ്ങൾ കുടിച്ച് വെള്ളം കുറേ കുടിച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ തല വെട്ടും എന്ന അർത്ഥത്തിലേക്ക് എത്തി. അത്രയും കുടിച്ച് നിങ്ങളുടെ വയറ് വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി മൂത്രം പോകണില്ല. പലരും പല മെഡിസിനും തന്ന് പരീക്ഷിച്ചു നോക്കി, ഒന്നിനും ഫലം കാണുന്നില്ല. നിങ്ങൾ മരിക്കാൻ തന്നെ എന്തപ്പോൾ ചെയ്യുക? വേറെ വഴിയില്ലല്ലോ. വേദന കൊണ്ട് പൊളയുന്നു, അസഹനീയമായ വേദന, കലശമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി പോകണമില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചെറിയൊരു ഗുളിക കാണിച്ചു തന്നിട്ട് പറയാണ്, ഇത് കഴിച്ചാൽ ഒറ്റയടിക്ക് മൂത്രം പോകും. കഴിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ശിക്ഷയ്ക്കും വിധേയമാക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇത് ഫ്രീ ആയിട്ടൊന്നും തരില്ല, നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഗുളികയ്ക്ക് വേണ്ടി, അതും നിങ്ങളുടെ മൂത്രം നജസ് പുറത്തു പോയതിനു വേണ്ടി നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് വിട്ടുകൊടുക്കുമോ ചോദിച്ചു. കൊടുക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഉഫ്രാനൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു അൽഹംദുലില്ല ഹൃദയത്തിൽ നിന്നാണോ അല്ല വെറുതെ വെറും വാക്കാണോ എന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണത്തെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം പ്രശ്നം. അതുകൊണ്ടാണ് നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം ഉണ്ടായത്. ഒരാൾ നന്ദിയുള്ള അടിമയാവണമെങ്കിൽ റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണം. റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ സ്വർഗം വാങ്ങാനാണ് ഉപയോഗിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. സമ്പത്ത്, സമയം, ആരോഗ്യം, മക്കൾ, അങ്ങനെ എല്ലാം ഉണ്ടാവും. വബ്തഗി ഫീമ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ഈ അനുഗ്രഹങ്ങളൊക്കെ ക്യാപിറ്റലാണ്, മൂലധനമാണ്. ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാനും കഴിയും, നരകം വാങ്ങാനും കഴിയും. ഉദാഹരണത്തിന് ആരോഗ്യം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് അതത് കാലത്തെ അമ്പിയാക്കളുടെ ശത്രുക്കൾ. അബൂ ജഹൽ ഉദാഹരണമാണ്, ഫറോവ വേറൊരു ഉദാഹരണമാണ്, കാറൂൻ മറ്റൊരു ഉദാഹരണമാണ്. സമ്പത്ത് കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ച ആളാണ് ഇതേ ടീം. അതിൽ ഒന്നാം റാങ്ക് ഉണ്ടാവുക കാറൂനായിരിക്കും. സമയം കൊണ്ട് നരകം വാങ്ങാൻ ശ്രമിച്ചവരും ഉണ്ട്. ഇനി തിരിച്ചും ഉണ്ടാവും. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിയ മഹാന്മാരല്ലേ അബ്ദുറഹ്മാനുവിന് ഔഫ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാൻ ശ്രമിച്ച മഹാന്മാരല്ലേ വജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും, ബദരീങ്ങൾ, ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് അള്ളാഹു തന്ന അനുഗ്രഹം? ഒരു പക്ഷേ ടെക്നിക്കലി കഴിവുള്ള ഒരു ടെക്കിയായിരിക്കും. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് അദ്കാറിൻ്റെ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ബദരിയത്ത് എല്ലാനും തബാറക്ക സൂറത്ത് ഓതാനും ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആ തലച്ചോറ് കൊണ്ട് ഈ ടെക്നിക്കൽ മികവുണ്ടാക്കി ആ മനുഷ്യന് കിട്ടുന്ന കൂലി എത്രയായിരിക്കും? കണ്ടോ? ആലോചന കൊണ്ട് അവർ സ്വർഗം വാങ്ങാണ്. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. എത്രയോ മുത്താലിമീങ്ങളുടെ തക്കാഫുൽ ഏറ്റെടുത്ത് എത്ര ഉള്ളത്.
ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ സ്വർഗം വാങ്ങാനുള്ള വഴിയായി കാണണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്തിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റുന്നത്. ദീർഘമായ എല്ലാ ഏരിയകളിലേക്കും പോയാൽ ഒരുപക്ഷെ നമുക്കൊരു ഫോക്കസിങ് ഇല്ലാതായി പോകും. മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അള്ളാഹു തന്ന കുടുംബം, മക്കൾ, ഇവരെ കൊണ്ട് എനിക്ക് നരകം കിട്ടിപ്പോകുമോ എന്ന ഭയം എപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. പലപ്പോഴും 14 ദിവസത്തെ നാട്ടിലെ ലീവിനേക്ക് വന്ന പ്രവാസി സംഗമം കേരളത്തിലെ, അങ്ങനെ പറഞ്ഞാൽ ആകെ മൂപ്പർക്ക് 14 ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ. ആ 14 ദിവസത്തെ ലീവ് കേരളത്തിലെ 14 ജില്ലകളിലെ പ്രധാന സ്ഥാപനങ്ങളിലെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കാനാകുമ്പോൾ 2 കൊല്ലമായി കാത്തിരിക്കുന്ന ഭാര്യ നിരാശയുടെ ലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണെന്നൊന്നും വിലയിരുത്താൻ പറ്റൂല. പ്രത്യക്ഷത്തിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഭയങ്കര നന്മ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നന്മ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അഥവാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എന്ന വാപ്പയെക്കുറിച്ച് മകൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പ്രൗഢമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൊരു ചർച്ചയുണ്ട്. സമൂഹത്തിന് പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും മക്കൾ എന്താണ് പ്രതിഭകളാവാത്തത് എന്നാണ് ആ ചർച്ചയുടെ കാമ്പ്. ചോദ്യം ഇങ്ങനെയാണ്: സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല പ്രതിഭകളുടെയും, അതിൽ ആലിമീങ്ങളടക്കം ഉണ്ടാവും, മക്കൾ എന്താണ് ആലിമീങ്ങളും ബുദ്ധിരാക്ഷസന്മാരും പ്രതിഭകളും ആയിത്തീരാത്തത് എന്നൊരു ചർച്ചയാണ് അതിൽ കൊണ്ടുവരുന്നത്. അതിന് മഹാൻ തന്നെ മറുപടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്ത് ആ തിരക്കുകൾക്കിടയിൽ സ്വന്തം മക്കളെ നോക്കാൻ അവർ മറന്നുപോവുകയോ സമയമില്ലാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ശരി. ആ ശരിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് പരിഹാരം എന്ന് പറയുന്നത്? നമ്മൾ സന്തോഷമുള്ളവരാവുമ്പോൾ തന്നെ സന്തോഷിപ്പിക്കുന്നവരാവാനും കൂടി ശ്രമിക്കണം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. പുഞ്ചിരിക്ക് സ്വതക്കൻ്റെ കൂലി ഇസ്ലാം എഴുതി വെക്കാൻ കാരണം കണ്ണാടി നോക്കിയിട്ട് പുഞ്ചിരിച്ചാലല്ല. തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വതക്ക, അപരൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക, അതാണ് സ്വതക്ക. മജ്ലിസിലേക്ക് പോകുമ്പോൾ സുഗന്ധം പുരട്ടൽ സുന്നത്താവുന്നു. എന്തേ കാരണം? അപരനെ സന്തോഷിപ്പിക്കുന്നു. ഉള്ളി തിന്നുകൊണ്ട്, പച്ച ഉള്ളി തിന്നുകൊണ്ട് വായ കഴുകാതെ മജ്ലിസിൽ പങ്കെടുക്കരുത്. എന്തുകൊണ്ട് പറ്റില്ല? അപരനെ വിഷമിപ്പിക്കുന്നു. കണ്ടോ? അൽ കലിമത്തു ത്വയ്യിബത്തു സ്വതക്കത്തുൻ, നല്ല വാക്ക് പറയൽ സ്വതക്കയാണ്. എന്തേ കാരണം? കേൾക്കുന്ന ആളെ സന്തോഷിപ്പിക്കുന്നു. നബിയെ ഏറ്റവും പുണ്യകരമായ നന്മ ഏതാണ്? ഭക്ഷണം കൊടുക്കൽ. വേറൊരു ചോദ്യത്തിന് ഏറ്റവും അഫ്ളലായ സ്വതക്ക ഏതാണ്? വെള്ളം കൊടുക്കൽ. കണ്ടോ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് തിരുത്താൻ പറഞ്ഞു കൊടുക്കുന്നത്? റമളാനിൻ്റെ പകലിൽ ഇഹ്റാം കെട്ടിയ അവസരത്തിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ആ സമയത്ത് അത് പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ അയാൾക്ക് നന്നാവണം, ആ തെറ്റ് പൊറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കഫാറത്തായിട്ട് കൊടുക്കുന്നത് 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കാനാണ്. 60 മിസ്കീന്മാർക്ക് ഫുഡ് കൊടുക്കലും റമളാൻ്റെ പകലിൽ ഭാര്യയുമായി ബന്ധം ഉണ്ടാവലും തമ്മിൽ എന്താ ബന്ധം? ആ ചെയ്തത് കടുത്ത അപരാധമാണ്, പാടില്ലാത്തതാണ്. പക്ഷെ 60 മിസ്കീന്മാർ നിന്നിലൂടെ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് റാഹത്തായില്ലേ? അപ്പം പിന്നെ അള്ളാഹ്ക്ക് റാഹത്താവും, ദോഷം പുറത്തു തരും. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മെ കൊണ്ട് കുറേ പേര് സന്തോഷിക്കുക. അതിൽ ലോകത്താദ്യം നമ്മെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗം, സന്തോഷിക്കേണ്ട ഒരു ടീം ആരാണെന്ന് ചോദിച്ചാൽ ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം, വീട്ടുകാരാണ്, നമ്മുടെ സ്വന്തം വീട്ടുകാരാണ്. അന്താരാഷ്ട്ര ദാഇയാവുമ്പോഴും ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്വതക്ക ചെയ്യുമ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനാണ്. ആദ്യം വന്ദിർ അഷീറത്തക്കൽ അഖ്റബീൻ, ആദ്യം ദഅവത്ത് തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്.
ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ ഭാര്യ എപ്പോഴാണോ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണത് അപ്പോഴാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുക. ഇത് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണ്ടല്ലോ, വഅന ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കട്ടോ. ഇത് വെറും ഒരു കുടുംബ ക്ലാസ്സും സന്തുഷ്ട കുടുംബം എന്നുള്ള സൈക്കോളജി ക്ലാസ്സൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എൻ്റെ വീട്ടിൽ. ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, മുത്തുനബി എങ്ങനെയാണ് വീട് അടിച്ചു വാരി തരും, പാത്രം കഴുകി തരും, ചെരുപ്പ് ശരിയാക്കും, ബക്കറ്റ് ശരിയാക്കും, അടുക്കളപ്പണിയിൽ സഹായിക്കും, ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ പിന്നിൽ തന്നെ മുത്തുനബി വരും. ഉദാഹരണം, ഞാനൊരു ഇറച്ചി കഷ്ണം മാംസ കഷ്ണം കടിച്ചു തന്നാൽ അതിൻ്റെ ബാക്കി ഞാൻ പല്ല് വെച്ച അതേ സ്പേസിൽ തങ്ങൾ പല്ല് വെച്ച് കടിക്കും. ആടിൻ്റെ പാല് കുടിച്ചാൽ അത് ബാക്കി വാങ്ങിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് കുടിക്കും. ഇനി ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് അവിടുന്ന് ഖുർആൻ ഓതുക. എന്തൊരു മനോഹരമായ ലൈഫ്! ഏഴാനാകാശവും അഖിലാണ്ട ലോകവും സർവസ്വങ്ങളും കണ്ടിട്ട് വന്നിട്ട് ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയണ്ടല്ലോ, എന്താണ് ഈ പണ്ടത്തെ ഖദീജ ബീവി വഫാത്തായില്ലേ, പിന്നെന്തിനാ ഈ ഖദീജ ബീവിനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അതിന് തങ്ങളുടെ മറുപടി എന്താ? ഇന്നി റുസിഖ്തു ഹുബ്ബഹ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഖദീജാനോടുള്ള പ്രേമം എൻ്റെ തലയിൽ കയറിപ്പോയി, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ചോക്ലേറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും HBD ഇട്ടിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ആക്കിയിട്ടുള്ള സ്റ്റാറ്റസിലെ സ്നേഹമല്ല പറയണത്, ഹൃദയത്തിലാണ് ഭാര്യയ്ക്ക് സ്പേസ് കൊടുത്തേക്കുന്നത്. ഇതാണ് ശരിക്കുള്ള ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിനെ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ലോകത്ത് മുഴുവനും നമ്മൾ ദഅവത്ത് നടത്തുമ്പോഴും സംഭാവനകൾ ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബം ഫസ്റ്റ് പ്രിയോറിറ്റി ആയിരിക്കണം. വളരെ പ്രധാനമാണത്. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ജോലി ചെയ്യണത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുകയാണെന്ന്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, ഇബാദത്തും കാര്യമായിട്ട് നടക്കൽ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സ്വാഭാവികമായ ചോദ്യം വന്നു, അപ്പോൾ നീ എങ്ങനെ ഫുഡ് കഴിക്കണത്? സിയാറത്തും കാര്യമെല്ലാമായിട്ട് നടക്കുമ്പോൾ ഈ ഫുഡ് എങ്ങനെ കഴിക്കണത്? അപ്പോൾ എൻ്റെ സഹോദരൻ പോക്കറ്റ് മണി കുറച്ച് തരും, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അതിന് ഈസാ നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി, വഹുവ അഅ്ബദു മിങ്ക, നിന്നേക്കാൾ ടോപ്പായ ആൾ നിൻ്റെ സഹോദരനാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് അടുപ്പമുള്ള ആൾ മൂപ്പരാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് കേരളത്തിൽ നിന്ന് വന്ന രചനയിൽ നിന്ന് തന്നെ കവിത വന്നത്, അമ്മൽ മുഈലു ഫലായ ജുസു ഖുഊദുഹു അൻമക്സബിൽ അയാലിഹി മുതവക്കില. കുടുംബത്തെ നോക്കുന്ന ആൾ കുടുംബനാഥനായിട്ട് ജീവിക്കേണ്ട അയാൾ ഇബാദത്താണ്, സിയാറത്താണ്, നാഗൂറാണ്, മുത്തുപ്പട്ടാന്ന് പറഞ്ഞിട്ട് ഭാര്യനെ മക്കളെ നോക്കാതെ ജീവിക്കൽ ഫലാ യജൂസു, അയാൾക്ക് പറ്റൂല. അയാൾ കുടുംബത്തെ നോക്കണം. യാചന നടത്തിയിട്ട് വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, എന്താ പരിപാടി? യാചനയോ? വീട്ടിലെന്താ ഉള്ളത്? എന്തുണ്ട്? പുതപ്പോ പിന്നെ ഒരു തോൽപാത്രവും എടുത്തിട്ട് വരീന്ന് പറഞ്ഞു. എടുത്തുകൊണ്ടുവന്നു. ഇത് രണ്ടും തങ്ങളിങ്ങനെ പിടിച്ചിട്ട് ലേലം വിളിക്കണ ഫീലിങ്ങിൽ ഇതാരെങ്കിലും വിലക്ക് വാങ്ങാമെന്ന് ചോദിച്ചു. 1 ദിർഹം പോരാ, 2 ദിർഹം. ആ കൊടുക്ക്, 2 ദിർഹം ഇങ്ങോട്ട് വരി. 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും കുടുംബവും കഴിക്കണം. മറ്റേ ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കോടാലി വാങ്ങിയിട്ട് വരീന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോടാലി വാങ്ങി അതിൻ്റെ പിടിയായ മരക്കഷ്ണം തങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു നേതാവ് എന്ന് പറയുന്നത് വെറും ബുഖാരി ഓതി കൊടുക്കൽ മാത്രമല്ല, അഡ്നോക്കിൽ ജോലി ഉണ്ടാക്കി കൊടുക്കൽ കൂടി ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് നമ്മൾ പഠിക്കാനായി പറയണത്? ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റിയെ എങ്ങനെ നിർമ്മിക്കണം എന്ന് കൂടി നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയുന്ന വർത്താനം എന്താ പറയുക, 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുപോകരുത്. മെഹ്റാബിൽ തന്നെ കുത്തിയിരുന്നിട്ട് ഫുൾ ദ്വാരുന്നോ എന്നാണോ പറയണത്? 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുകൊണ്ടാന്ന് പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞിട്ട് ആ സ്വഹാബി 15 ദിർഹം സമ്പാദിച്ചിട്ട് വന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇതല്ലേ മോനെ അതിൻ്റെ ഒരു മനോഹാരിത, ഇതല്ലേ ഒരു ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്, ഇതല്ലേ സന്തോഷം? ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ യാചന നടത്തലാണോ? ചില ആൾക്കാർ അങ്ങനെ യാചന നടത്തിയിട്ട് ആരെങ്കിലുമൊക്കെ വലിയ സംഭാവന കൊടുത്താൽ ആ കിട്ടിയ യാചകൻ ദ്വാരക്കും, എന്ത് അള്ളാഹു ഇനിയും നിങ്ങൾക്ക് തരാനും എനിക്ക് വാങ്ങാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന്. പൊട്ടന്മാരെ നമ്മൾ ആമീനും പറയും. അയാളെന്നും വാങ്ങുന്ന ആളെന്നെ. ഒരു ശരിക്കേടാണൊക്കെ. ശരിക്കേടിനെ ശരിക്കേടായിട്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു ആശയം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കേണ്ടടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ്. ഇബ്ലീസ് ഒരാളെ ചതിയിൽപ്പെടുത്തുന്നത് പല രീതിയിലും ആയിരിക്കും. അതിൽപ്പെട്ട ഒരു രീതിയാണ് കൂടുതൽ കൂലിയുള്ള കാര്യത്തെ പരമാവധി അവഗണിച്ചുകൊണ്ട്
നന്മയാണല്ലോ എന്ന് കരുതിയിട്ട് കൂലി കുറവുള്ള സ്പേസ് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ സുബ്ഹിന് ജമാഅത്തിന് ആൾ കുറവും മഗ്രിബിന് ആൾ കൂടുതലും ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇയാളെ സഹായിക്കലല്ലേ നല്ലത്. ഉദാഹരണത്തിന് ഇവിടെ ഇൻ്റർലോക്ക് ഇടാൻ 10,000 രൂപ തരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചാളൊക്കെ കൈവെക്കും. നിങ്ങളെ പേരെന്താ? എന്ത്? കാസിമാജി. ഓ അൽഹംദുലില്ലാ. അപ്പോൾ അയാളെ വൈഫ് കർട്ടൻ്റെ അപ്പുറത്തും ചിന്തിക്കും ആരാണാവോ. അപ്പോൾ ലൈവിൽ നോക്കുമ്പോൾ നമ്മളെ ഹസ്ബൻഡ് മാപ്പിള തന്നെയാണ് മൂപ്പത്തിക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പര് ചിന്തിക്കുക ഇന്ന് രാവിലെ എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങണം എന്ന് പറയുമ്പോൾ മൂപ്പര് പൈസ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഇൻ്റർലോക്കിൽ നിന്ന് എവിടുന്ന പൈസ കിട്ടിയത്? അങ്ങനെ ഭാര്യ നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലം വരരുത്. അത് തനി അബദ്ധമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഹും യഹ്സബൂന അന്നഹും യഹ്സനൂന സുൻആ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണ്. അപ്പം ലോകത്തിന് നമ്മൾ നന്മയുടെ അഹിലുകാരാകുമ്പോൾ തന്നെയും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ തുടങ്ങണം നമ്മുടെ സ്വഭാവത്തിൻ്റെ മഹിമ മുഴുവനും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമുക്ക് അള്ളാഹു നൽകിയ മക്കൾ മുഴുവനും സ്വാലിഹീങ്ങളാവുന്നിടത്ത് നമ്മൾ അധ്വാനിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹുവിനെ നിരീക്ഷിക്കുന്നത് കാണാം. ഒരു ചെടി, ഒരു മരം നട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം. അതിനിട്ട് കൊടുക്കുന്ന വളം വേറെ ആരും എടുക്കുന്നില്ലെന്നും വേറെ ചെടി അപഹരിക്കുന്നില്ലെന്നും നമ്മൾ കാതോർക്കണ പോലെ നിരീക്ഷിക്കണത് പോലെ ആ ഒരു നിരീക്ഷണം നമുക്ക് ആവശ്യമാണ്. കുട്ടികളങ്ങ് വളർന്നോളും, കുട്ടികളങ്ങ് ശരിയായിക്കോളും എന്ന ലിബറൽ ചിന്താഗതി നമുക്കുണ്ടാകാൻ പാടില്ല. മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 10-20 കാര്യങ്ങളെ ഇഹ്യ ഉലൂമുദ്ദീൻ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ആറ്റിക്കുറിച്ച് ഒരു 8 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. നമ്മളെ മക്കളെ പേരക്കുട്ടികളെ എങ്ങനെയാണ് നന്നാവുക? ഒന്നാമത് നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു ആശയം, കുട്ടികൾക്കെതിരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ഒരു ഘട്ടത്തിലും കുട്ടികൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. ലാ തദ്ഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. കാരണം യാത്രക്കാരൻ്റെയും ആക്രമിക്കപ്പെട്ടവൻ്റെയും മാതാപിതാക്കളുടെയും ദുആ വേഗത്തിൽ സ്വീകരിക്കുമെന്ന് ഹദീസിലുണ്ട്. സോ നമ്മളെ എത്ര നല്ലവരാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. ഈ ദുആ എന്ന് പറഞ്ഞാൽ മെഹ്റാബിലിരിക്കണം, കുറേ സ്വലാത്ത് എല്ലണം, ലൈറ്റ് ഓഫ് ആക്കണം എന്നൊന്നും കണ്ടീഷൻ ഇല്ല കേട്ടോ. ലൈസൽ ഇദ്ദുആഇ അൻ യതലഫ്ഫദ്, ദുആഇന് വാക്കുകൾ ചുണ്ടിൽ നിന്ന് വരൽ തന്നെ ഷർത്തില്ല. ഹാശിയത്തുൽ ബുജൈരിമി. മനസ്സിലിങ്ങനെ ശാപത്തിൻ്റെ വർത്തമാനങ്ങൾ ചിന്തിച്ചാൽ മതി, അതെന്നെ ഒരു ദുആയി മാറും. നീ ഒന്നും നന്നാവില്ലടോ, നീ ശരിയാവില്ല, നീ ഓനെയാണ് കെട്ടണമെങ്കിൽ എനിക്ക് നീ ഇങ്ങനെ ഒരു മോളില്ല, ഞാൻ അങ്ങനെ ഒന്നും പ്രസവിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനത്തെ ഈ ശാപവാക്കും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും നന്നാവണമെന്ന് തോന്നിയാൽ ഇനി എന്താ സാധ്യത ഉള്ളത്? ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് ചെയ്ത കുട്ടിക്ക് പിന്നെ എന്നെങ്കിലും തൗബൻ്റെ മനസ്സ് വന്നു, ആ കുട്ടിക്ക് എവിടെയാണ് തിരിച്ചു വരാൻ വക? നിങ്ങൾ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ പറയണത്? അങ്ങനെ ഒരു മോൾ എൻ്റെ കുടുംബത്തിൽ ഇല്ല എന്ന് നമ്മൾ ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഈ ശാപ പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉണ്ടാവരുത്. വിവരമില്ലാത്ത മാതാപിതാക്കളാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്ന് ഹുസ്നു തനബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ശരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതുപോലെയല്ല അവൻ മുടി വളർത്തുന്നത്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഇമാം നജ്മുദ്ദീനുൽ ഉസി റഹ്മഹുല്ലയുടെ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥം പറയാണ് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ആ കുട്ടി നന്നാകും എന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. 2, അതിനുവേണ്ടി എന്നും ദുആ ചെയ്യണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അത്ര ഫലം വേറെ ഏത് ദുആയിനാ ഉണ്ടാവുക? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം അനുഭവം പറയുന്നു. തൻ്റെ അബ്ദുറഹ്മാൻ എന്ന മകൻ കിതാബ് ഓതി പഠിക്കുന്നിടത്ത് വലിയ താല്പര്യം കാണിക്കുന്നില്ല. കുറേ ഞാൻ ഉപദേശിച്ചു നോക്കി, ഫലം കാണുന്നില്ല. ഒരു രാത്രി എഴുന്നേറ്റ് ദീർഘനേരം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, എൻ്റെ മോനെ ഏറ്റെടുക്കാൻ എന്നെ കൊണ്ടാവില്ല, നീ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ ഫലം കണ്ടു തുടങ്ങി, വലിയ റിസൾട്ട് ഉണ്ടായി. അത്തഫ്വീളു ഇലല്ലാ, അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാണ് ഇതിന് സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി. അത് നമുക്ക് കഴിയണം. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, തെറ്റ് കണ്ടാൽ ശപിക്കരുത്, ശാപപ്രാർത്ഥന നടത്തരുത്, ലഅനത്ത് ചെയ്യരുത്.
അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവർ നന്നാകുമെന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യണം. ഇതേ ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു തന്നെ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബ്. അതിൽ മഹാനവറുകൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ് ചരിത്രം? സൂഫിയായി ജീവിക്കുന്ന ഒരു വാപ്പൻ്റെ അടുത്ത് നാട്ടിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു, നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്നുണ്ട്. പലപ്പോഴും ഈ സംശയം നമുക്ക് ഉണ്ടായിരുന്നു, ഉറപ്പിച്ചിട്ടാണ് പറയണത്. അപ്പോൾ ഈ സൂഫിയായ വാപ്പക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എൻ്റെ മോനെ ഞാൻ അങ്ങനെയല്ലല്ലോ വളർത്തിയത്. ദർ ഇസ് എ നോ ചാൻസ് ടു ബി, അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. നിങ്ങൾക്ക് എന്നോടും കുടുംബത്തോടും അസൂയ ഉണ്ടായിട്ട് കുട്ടിച്ചോറാക്കണം എന്നാണ് വിചാരമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. കള്ളു കുടിക്കാറുണ്ട്, എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ മോൻ കുടിക്കൂല. നമ്മളും നമ്മളെ മക്കളെ കുറിച്ച് അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കാൻ ആഗ്രഹിക്കണത്. ഈ വാപ്പയുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ ഇവരാകെ നിരാശയുടെ ലോകത്തെത്തി. കാര്യമായിട്ട് ആ കുട്ടി നന്നായിക്കോട്ടെ, ഉപ്പ ഒന്ന് കെയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഉപ്പയുടെ പ്രതികരണം ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിച്ചത് എന്ന അർത്ഥത്തിൽ അവർ തിരിച്ചുപോയി. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനായ മോന് വീണ്ടും കള്ളു കുടിച്ച് മസ്തിലായപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് വാതിൽ മുട്ടി. വാപ്പ, ആ സൂഫിയായ മഹാൻ, ആ പണ്ഡിതൻ പുറത്തേക്ക് വന്നു. എന്താ കാര്യം? നമ്മൾ അന്ന് പറഞ്ഞ വിഷയം ഇതാ. നോക്കിയപ്പോൾ മകൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ നുര വരുന്നുണ്ട്. കണ്ട് കരഞ്ഞുപോയി. വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ഈ മഹാനായ വാപ്പക്ക് മനസ്സിലായി. എന്താ ചെയ്തത്? ചെയ്ത് വേറൊന്നുമില്ല, ഒറിജിനൽ പരിഹാരം ചിന്തിച്ചു. അന്ന് രാത്രി ഫുൾ ടൈം അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവില്ല റബ്ബേ. എത്ര തെർബിയത്തിൻ്റെ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. നീ തന്നെ എൻ്റെ മോനെ ഏറ്റെടുക്കണേ. പിറ്റേന്ന് രാവിലെ സംഭവിച്ചെന്താണെന്നറിയാം? അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ, മഹാത്ഭുതം സംഭവിച്ചു. എന്ത്? മരണം വരെ ഈ കുട്ടി കള്ളിൻ്റെ ഒരു ചഷകം, ഒരു കുപ്പി, ഒരു ബോട്ടിൽ പോലും പിന്നെ തൊട്ടിട്ടില്ല. പരിഹാരം ഒറിജിനലായിരുന്നു. അള്ളാഹു ഏറ്റെടുക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരുടെ വലിയ അപ്ഡേഷനാണ് കുട്ടികൾ. എൻ്റെ തെറ്റ് കണ്ടെത്തുമോ എന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറത്ത് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ആ കാലത്ത് നമുക്ക് അതിജയിക്കാൻ പരിഹാരം ഒന്നേ ഉള്ളൂ, അള്ള ഏറ്റെടുത്താൽ രക്ഷപ്പെടും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അതാണ് രണ്ടാമത്തെ. ഒന്ന്, എതിരെ ദ്വാരക്കരുത്, ശപിക്കരുത്. രണ്ടാമത്തത്, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഏറ്റെടുത്താൽ യൂസുഫ് നബി അലൈഹിസ്സലാം 13-ാം വയസ്സിൽ എവിടെയായിരുന്നു? പൊട്ടക്കിണറ്റിൽ. കുറച്ചു കാലം കഴിഞ്ഞിട്ട് എവിടെ? സലീഹ എന്ന പെണ്ണിൻ്റെ ചില പ്രയാസങ്ങളിൽ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വന്നു. പിന്നെ എവിടെയായിരുന്നു? കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അധിവസിക്കുന്ന ജയിലിൽ. എന്നിട്ട് ഇപ്പം യൂസുഫ് നബിക്ക് എന്താ പ്രശ്നം? പുറത്തേക്ക് വന്നപ്പോൾ യൂസുഫ് അസ്സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? ഹാർവാർഡോ ഓക്സ്ഫോർഡോ കാംബ്രിഡ്ജോ പഠിച്ചെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അള്ള ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ക്യാമ്പസിൽ തെറ്റുകൾ ഇങ്ങനെ നിറഞ്ഞാടുന്നു എന്നതുകൊണ്ട് ഇപ്പം എന്താ? അള്ളാഹു ഏറ്റെടുക്കാൻ മാത്രം നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ മക്കൾ നന്നാവും. യൂസുഫ് നബി അലൈഹിസ്സലാം നടന്നു വന്ന സഞ്ചാര വഴികളിൽ എന്തെല്ലാം അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തെ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തുന്ന സ്വഹീൽ ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 7 കാര്യങ്ങളും യൂസുഫ് നബിയിലുണ്ട്. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ഷാബുൻ നശാഫി, ഇബാദത്തില്ല, യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിന് ചെലവഴിച്ചയാൾ. റജുലാനി തഹാബ്ബ ഫില്ല, പരസ്പരം അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട ഉപ്പയും മോനും. റജുലുൻ ദഅതു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണിൻ്റെ തെറ്റിന് ക്ഷണിച്ചപ്പോൾ നോ എന്ന് പറയാനുള്ള ആർജവം. ഇങ്ങനെ 7 കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് അൽ ഖൗലു നാഫി ഫി ബിനാഇൽ മസ്ജിദ് വൽ ജാമിഅ എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബിക്ക്. അപ്പോൾ അള്ളാഹു ഏറ്റെടുക്കുക, അതിനെ നമ്മൾ നന്നായി ദുആ ചെയ്യുക. 3-ാമത്തെ കാര്യത്തിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. നമ്മളെ മക്കൾ നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അക്ലുൽ ഹലാൽ. കഴിക്കുന്ന ഫുഡ് ഹലാലാവണം. കുറേ ലോണും അല്ലെങ്കിൽ ലീസും ഹറാമായ ബിസിനസ്സും ആണ് നമ്മുടെ സമ്പാദ്യമെങ്കിൽ ഫഅന്നാ യുസ്തജാബു, എൻ്റെ മോനെ നന്നാക്കണേ എന്ന ദുആയിന് എങ്ങനെ ഉത്തരം കിട്ടാനാ? മത്അമുഹു ഹറാം,
കഴിക്കുന്ന ഫുഡ് ഹറാം, മൽബസുഹു ഹറാം, സമ്പാദിച്ചതും ഹറാം, ധരിക്കുന്ന വസ്ത്രവും മഷ്റബുഹു ഹറാം, വെള്ളവും ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു, പിന്നെ എങ്ങനെ ദുആഇന് ഉത്തരം കിട്ടാനാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദുആഇന് ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതും മക്കൾ കഴിക്കുന്നതുമായ ഫുഡ് ഹലാലായി കൊണ്ടുവരണം. ഹറാമുകളുടെ ഈറ്റില്ലങ്ങളാണ് നമ്മുടെ മാർക്കറ്റുകൾ, മോഹവാഗ്ദാനങ്ങളാണ് നമ്മുടെ ബിസിനസ്സുകൾ. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടോ, നിക്ഷേപിക്കൂ, കോടി അല്ലെങ്കിൽ ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആരെങ്കിലൊക്കെ പറ്റിക്കുമ്പോൾ വീണു പോവാനുള്ളവരല്ല നമ്മൾ. ആരുടെയെങ്കിലും ബൂട്ടിൻ്റെ അടിയിൽ പണയം വെക്കാനുള്ളതല്ല നമ്മുടെ തല എന്ന് നമ്മളെപ്പോഴും ആലോചിക്കണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ഒന്ന് ദുആ ചെയ്യാവോ? എന്തിന്? ഞാൻ ദുആർക്കുന്നതിനല്ല ഫലം ഉണ്ടാവണം, ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളായി എന്നെ മാറ്റിത്തരണം, തങ്ങൾ അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യാവോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? അത്തിബു മത്അമക, കഴിക്കുന്ന ഫുഡ് ഹലാലായാൽ മതി, എങ്കിൽ തക്കുൻ മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരം കിട്ടും. ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതി, ഉത്തരം കിട്ടിക്കോളും. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ കാലത്തെ ഉമ്മമാർ അഥവാ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറയൂ എത്രേ, വൈകുന്നേരം നമുക്കും മക്കൾക്കും തിന്നാനും കുടിക്കാനൊക്കെ ഭക്ഷണവും വെള്ളമൊക്കെ കൊണ്ടുവരാനാണല്ലോ നിങ്ങൾ ഈ ജോലിക്ക് പോണത്. വൈകുന്നേരം കച്ചവടം ബിസിനസ് പൊട്ടിയത് കൊണ്ടോ ലാഭമില്ലാത്തത് കൊണ്ടോ വെറും കൈയോടെ വന്നാൽ ഒരു കുഴപ്പമില്ല, നാണക്കേടൊന്നും വിചാരിക്കണ്ട, നമ്മൾ ഒരു ദിവസവും 2 ദിവസമൊക്കെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, പിന്നെ എന്തേലും തിന്നാൻ കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ പറ്റിച്ചിട്ട് ഹറാമൊന്നും കൊണ്ടുവന്നേക്കല്ലേ, നരകത്തിൽ തീ തീറ്റിക്കല്ലേ, പട്ടിണി അടക്കാൻ നമ്മൾ റെഡിയാണ് എന്ന് ആ കാലത്തെ മഹതിമാർ പറയും. ലോണാണെങ്കിൽ ലോൺ, ഒരു വണ്ടി എടുക്കുക മനുഷ്യാന്നല്ല പറയലെന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ലോണുകൾ നമുക്ക് പ്രശ്നമില്ല. പണ്ടൊക്കെ ചോദ്യം വന്നിരുന്നത് സതേ പലിശൻ്റെ പണം ബസ് സ്റ്റോപ്പൊക്കെ എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ആ ചോദ്യം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ടാക്കാമല്ലോ അല്ലേ എന്നുള്ളിടത്തേക്ക് ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട്, വീട്ടിലെ കാർപ്പറ്റൊക്കെ ഇടാല്ലേ എന്ന്. പലിശയോടൊക്കെ ലാഘവ നിലപാടാണ് നമുക്കുണ്ടായിരുന്നത്. ഈ പലിശ തിന്നുന്ന ആളെക്കുറിച്ച് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരാളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഈമാനില്ലാതെ മരിക്കും എന്നാണ്. പലിശയിലൂടെയുള്ള 1 ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ് എന്ന് വരെ ഇസ്ലാം പറയാനുള്ള കാരണം അത്രയും വലിയ തെറ്റായതുകൊണ്ടാണ്. അതൊക്കെ ഇങ്ങനെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയെടുത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കുക, കിട്ടിയെടുത്തു നിന്നൊക്കെ ചിക്കൻ വാങ്ങുക, എല്ലാ ചിക്കൻ റോളും നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് വിചാരിക്കുക എന്നുള്ളത് നമുക്ക് പറ്റില്ല. എല്ലാ ഹോട്ടലും നമുക്കുള്ളതല്ല. നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ. നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കണം. ഈ ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ 3 പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക. ആദ്യഘട്ടത്തിൽ അത് വരും. ഒന്നാമത്തെ പ്രശ്നം സൂഉൽ ലന്നി ബിൽ മുഅ്മിനീൻ, എല്ലാവരെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അയാൾ ശരിയില്ല, ഇയാൾ നല്ല ആളല്ല, അയാളെ എനിക്കധികം കണ്ടുകൂടാ, മൂപ്പര് കുറച്ച് പൈസൻ്റെ ആളാണ്, മൂപ്പര് ഈ സ്റ്റേജ് ഭയങ്കരമായിട്ട് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, മൂപ്പര് ഉസ്താമാരെ പോലെ ഫോട്ടോ എടുക്കാൻ, ഞാനങ്ങനെയൊന്നല്ല. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നരകത്തിലും മൂപ്പര് മാത്രം സ്വർഗ്ഗത്തിലായിരിക്കും. അകത്ത് ഹലാലല്ലാത്തത് വയറ്റിലെത്തിയാൽ എല്ലാവരെ കുറിച്ച് മൂപ്പർക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരാളും നല്ല ആളുണ്ടാവില്ല ലോകത്ത്, മൂപ്പരുണ്ടാവും നല്ല ആളായിട്ട്. ഇതിനെക്കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട് ഷെഹറാനി ഇമാമിന്, അൽ മൻഹജുൽ മുത്തഹർ എന്നാണ് ആ കിതാബിൻ്റെ പേര്. ആ കിതാബിന് വേറൊരു പേര് കൂടിയുണ്ട്, തതഹുറുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ് എന്നാണ് ആ കിതാബിൻ്റെ പൂർണ്ണമായ പേര്. ആരെയും തെറ്റിദ്ധരിക്കരുത്. അതിന് പ്രശ്നം ഫുഡ് ഹലാലല്ലാത്ത കഴിക്കുമ്പോഴാണ്. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാ യജിദ ലിത്താഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഉറക്കം വരും. ഹദ്ദാദൊക്കെ ചെല്ലുമ്പോൾ വേറെ ഉറക്കം വരും. അൽക്കഫ് എടുക്കുമ്പോൾ പേജ് മറിച്ച് നോക്കും, തീരാനായോ. മങ്കൂസ് മൂലം ചെല്ലുമ്പോൾ ഫുള്ള് ചെല്ലുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഫുള്ള് ചെല്ലുന്നില്ലല്ലോ, ഇല്ല, 2 ഹദീസിൽ ഒതുക്കല്ലേ, അതെ കണ്ടോ. ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യജിത്തരി ആലൽ മഅസിയ, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. അതൊക്കെ സാധാ കാണുന്നതല്ലേ, അതൊന്നും അല്ലെങ്കിൽ പിന്നെ ബോയ്സ് സ്കൂളിൽ ചേർന്നാൽ പോരെ. ഒരു പേടി ഉണ്ടാവില്ല തെറ്റ് ചെയ്യാൻ. അകത്ത് എന്തെങ്കിലും വൃത്തികെട്ടത് കയറിയാൽ അകവും പുറവും ചീത്തയായിപ്പോവും.
ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ. ജമീഉൽ മആസില്ലത്തി ഇർതകബഹൽ ഇൻസാൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിൻ്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ചോദിച്ചു, എന്താ അബൂ ദുജാന, അള്ളാഹുവിനോടൊന്നും ഒന്നും ചോദിക്കാനില്ലേ? അതിന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ വീട്ടിൻ്റെ അയൽവാസിയായ ആൾ, അയാളുടെ ഈന്തപ്പന മരം എൻ്റെ വീട്ടിലെ മതിലിനോട് ചേർന്നിട്ട് കുറച്ച് ചെരിഞ്ഞ് കിടക്കുക, കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് ഈത്തപ്പഴക്ക് വീഴും, പട്ടിണി കിടന്നിട്ട് ഉറങ്ങി എൻ്റെ മക്കൾ അത് എടുത്ത് തിന്നാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് മഹാൻ പറയുന്നുണ്ട്. ആ ജാഗ്രത നോക്കുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഹറമൈനി ഇമാമ, ഹറമൈനി ഇമാമിൻ്റെ വാപ്പ ഹറമൈനി ഇമാമിൻ്റെ ഉമ്മനോട് അഥവാ അവരുടെ ഭാര്യയോട് പറയൂ എത്ര, നിൻ്റെ മുലപ്പാലല്ലാതെ മോന് കുടിക്കണ്ടെന്ന്. ആ കാലത്ത് ഈ മുല കൊടുക്കാനൊക്കെ സ്ത്രീകൾ അങ്ങിങ്ങായി വരാറുണ്ട്. അവരൊന്നും പാൽ കൊടുക്കാൻ പാടില്ല, നീ തിന്നുന്നത് ഞാൻ സമ്പാദിച്ചിട്ടാണ്, ഞാൻ സമ്പാദിക്കുന്നത് ഹലാലാണ്, അപ്പോൾ നിൻ്റെ പാല് ഹലാലാണ്, അതേ എൻ്റെ മോനിക്ക് കൊടുക്കാൻ പാടുള്ളൂ. സൂക്ഷ്മത നമുക്ക് ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാം പിടുത്തം വിട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നേർച്ചാക്കലാണ് മക്കൾ നന്നാവാനുള്ള പരിഹാരം, ഡി അഡിക്ഷൻ സെൻ്ററാണ് അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് വിചാരിക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട്. നമ്മൾ അടിസ്ഥാനം ക്ലിയർ ആയിരിക്കണം. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളായുള്ള നാലാമത്തെ കാര്യം സുയാനത്തുൻ അൻ ഖുറന ഇസ്സൂ, മക്കളുടെ കൂട്ടുകാർ നന്നായിരിക്കണം. കൂട്ടുകാർ നല്ല അല്ല, അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി, ഒരാൾ നല്ല ആളാണോ മോശ ആളാണോ എന്ന് പ്രത്യേകിച്ച് നീ അവരുടെ പ്രൊഫൈൽ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഫ്ലൈറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസൽ അൻ ഖരീനിഹി, ഓൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് നോക്കിയാൽ മതി, ബാക്കി ബോധ്യമായിക്കോളും. നമ്മളെ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ സുയാനത്തുൻ അൻ ഖുറന ഇസു, അവരുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. +2 വരെ അല്ലെങ്കിൽ SSLC വരെ ളുഹുർ അസറൊക്കെ അവ്വൽ വക്തിൽ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാറുണ്ട്. ഇപ്പം നിസ്കരിക്കാനൊന്നും താല്പര്യമില്ല എന്നിങ്ങനെ കുമ്പസരിച്ചിട്ട് കാര്യമില്ല. ഡിഗ്രി ഏത് ക്യാമ്പസിലാണ്, ഹയർ സെക്കൻഡറി ഏത് ക്യാമ്പസിലാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് നമ്മളുടെ അജണ്ടയിൽ വരണം. ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് സംഘാടകരോട് ചോദിച്ചെന്ന് വിചാരിക്കാം. ഞാൻ അവരോട് പറഞ്ഞു, ഒരു നല്ല ചൂടുള്ള വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു, വേറൊന്നും വേണ്ട. പ്രസംഗത്തിൻ്റെ ഇടയിൽ അവരോട് ഞാൻ ചോദിച്ചു, ആ വെള്ളം എവിടെ? വെള്ളം തന്നു നോക്കുമ്പോൾ ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ് തന്നേക്കണത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ നമ്മളെ കളിയാക്കിയ പോലെ, ഞാൻ നല്ല ചൂടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ഒരു സാമാന്യ ചൂടെങ്കിലും വേണ്ടേ, ഇതെന്താ ഫ്രിഡ്ജിൽ വെച്ചൊരു ഫീലിംഗ് ആണല്ലോ. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു, അത് ആ ടേബിളിൻ്റെ അടുത്തുനിന്ന് വെച്ചുകൊണ്ട് കൂളറിൻ്റെ അടുത്തുനിന്ന് ആയതുകൊണ്ട് ആ വെള്ളം തണുത്തു പോയതാണ്. അതാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുക. SLC വരെ നമ്മുടെ ഇവിടെ തന്നെയാണ് നമ്മളെ കുട്ടികളൊക്കെ പഠിച്ചത്. പിന്നെ +2 ആകുമ്പോൾ അവ ഒരു തരം ക്യാമ്പസിലാണ് പോയത്. അപ്പോൾ അവൻ്റെ ചൂടൊക്കെ പോയിട്ട് ഒന്ന് തണുപ്പനായി മാറിയിട്ടുണ്ടോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞത്, അൽ മർഉ അല ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോരുത്തരും അവരവരുടെ കൂട്ടുകാരൻ്റെ ചര്യയിലായിരിക്കും. ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത് എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അപ്പോൾ നമ്മളെ മക്കൾ ഏത് ക്യാമ്പസിൽ ചേരണം, നമ്മളെ മക്കൾ ഏത് കലാലയത്തിലാണ് പഠിക്കേണ്ടത്. ളുഹറിനും അസറിനും സൗകര്യം ഉണ്ടാവും. ജെൻഡർ ന്യൂട്രാലിറ്റി വാദിക്കണ പുതിയ കാലത്ത് ആ ജാഗ്രത മുഴുവനും നമുക്കുണ്ടാവും. നമ്മളെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അമാനത്താണ്. അം ഹഫിള ഔ ലയ്യ, മക്കളുടെ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ജാഗ്രത ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം വരും ആഖിറത്തിൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദെ, എൻ്റെ മോൻ്റെ മുടി, എൻ്റെ മോൻ്റെ നഖം, എൻ്റെ മോൻ്റെ പെയിൻറ്റ് എല്ലാം നോക്കണേ. അപ്പോൾ ഇയാൾക്ക് എന്താ പണി, ഉപ്പാക്ക് എന്താ പണി? അപ്പോൾ എല്ലാം പാടെ ഉസ്താദ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സൂക്ഷ്മതയും നല്ല ജാഗ്രതയും മക്കളുടെ വിഷയത്തിൽ ഉണ്ടാവും. മക്കൾ നന്നായി കിട്ടിയാൽ ഉള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നേരെ ഖബറിൽ പോയാൽ മതി. ഖബറെന്ന മണ്ണറ മണിയറയാക്കി തരാൻ ഇവിടെ ടീമുണ്ടാവും. മക്കൾ നന്നായവരെ കുറിച്ച് നമുക്ക് പറയാം, മനാഷ ബാദൽ മൗത്ത്, മരിച്ചതിന് ശേഷം അവർ ജീവിക്കുന്നവരാണ്. അവരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ദുആ ചെയ്യാൻ കുറേ ആൾ ഉണ്ടാവുക എന്നുള്ളത് എത്ര വലിയ നിഅമത്താ. ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാമല്ലോ, എത്ര ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാം. എന്ന് മാത്രമല്ല അഭിമാനിക്കും, മറ്റു ഖബറാളികളുടെ ഇടയിൽ ഈ മരിച്ച ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അഭിമാനിക്കും,
ഈ വഴിയോരങ്ങളിലൂടെ പോകുന്ന ആൾക്കാർ അസ്സലാമു അലൈക്കും ദാറഖൗമിയൽ മുഅ്മിനീൻ എന്ന് സലാം പറയുമ്പോൾ നിങ്ങളെന്താ പൊറുക്കിയെടുക്കാൻ വേണ്ടി ഓടി വരാത്തത്? നിങ്ങൾക്ക് അത് വേണ്ടേ? എന്തിന്? എനിക്ക് കറക്റ്റ് ലഗേജ് എല്ലാ ദിവസവും കൊടുത്തേക്കുന്നുണ്ട്. എൻ്റെ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മൂപ്പര് വിടുന്നുണ്ട്. അതിനൊരു സക്കാഫിയൊക്കെ മോനായിട്ടുണ്ടായാലേ വി ഹാവ് സക്സീഡ്, നമ്മൾ വിജയിച്ചു. അതിനായി പറയണത് അഞ്ചാമത്തെ കാര്യം പറഞ്ഞു, നമ്മളെ മക്കൾ നല്ലവരോടൊപ്പം മാത്രം കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥം പുതിയ കാലത്ത് നല്ല ക്യാമ്പസിലായിരിക്കണം കുട്ടികൾ ഉണ്ടാവേണ്ടത്. ആറാമത്തേത്, കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ രണ്ട് കുട്ടികൾ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ എല്ലാ ചെയറും അടക്കി വെച്ച് പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ പൊറുക്കിയെടുത്ത് ഒരു ക്ലീനായ ഒരു മുറ്റം ആക്കിയാൽ നമ്മൾ ആ രണ്ട് കുട്ടികളെ കുറിച്ച് എന്താ പറയല്? ഭയങ്കര പിള്ളേരല്ലേ, മെച്ചുവേർഡാണല്ലേ, ഉഷാറുണ്ടല്ലേ, നല്ല കുട്ടികൾ. അങ്ങനെ നമ്മൾ പറയും. മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ നല്ല അതവുള്ളവരാണ് അവർ, നല്ല പക്വത ഉള്ളവരാണ് അവർ എന്നുകൂടി അതിനർത്ഥമുണ്ട്. നമ്മളെ മക്കൾ അങ്ങനെ ആയിത്തീരണമെങ്കിൽ കുഞ്ഞിളം കാലത്തു തന്നെ നല്ല അതവ് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. പുതിയ കാലത്ത് ഈ റീൽസ് കണ്ട കാലമായതുകൊണ്ട് കുട്ടികളിങ്ങനെ ഓരോ മിനിറ്റിനുള്ളിലും വിവിധ ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ മുന്നിൽ. ഒരാളിങ്ങനെ നടന്നു പോകുന്നു, കുഴിയിൽ വീഴുന്നു, 8 ആൾ ചിരിക്കുന്നു. ഇങ്ങനെ കളിയാക്കലുകളും ട്രോളുകളും മാത്രമാണ് നമ്മളെ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലത്തെ നമുക്ക് അതിജയിക്കാൻ പറ്റും. അതിനെങ്ങനെ ചെയ്യുക? കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അദബ് നന്നായിട്ട് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്തൊരു സൗന്ദര്യമുള്ള ഹദീസാന്ന് നോക്കി. ഒരു ഉപ്പ ഒരു ഉമ്മ മക്കളോട് ഇഷ്ടമുള്ള ഉപ്പയും ഉമ്മയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് നല്ല അദബുകളാണ്. വേറെ ഏതെങ്കിലും ഡിവൈസുകളെ കുറിച്ചല്ല പറയണത്, അവന് അദബ് പഠിക്കുക. അതിന് ഇമാം ഗസാലി തങ്ങൾ ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒന്നാമത് വസ്ത്രത്തിൻ്റെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. മുന്തിയ വിലയുടേത് മാത്രമേ എൻ്റെ മോനിക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാറുള്ളൂ. ഉസ്താദേ, എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു കഷ്ടപ്പാടും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വെരി ഗുഡ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ആ കുട്ടി ജീവിതം പഠിക്കൂല. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ് എന്നല്ലേ. ഒരാൾ വിജയത്തിൻ്റെ മധുരം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടിൻ്റെ കയ്പ് നീർ കൂടി അനുഭവിക്കണം. എപ്പോഴും മുന്തിയിനും മാത്രം കൊടുത്ത് പഠിപ്പിക്കാൻ പാടില്ല. മിക്കവാറും അവർക്ക് ഈ പാവങ്ങളെ കാണാനുള്ള കണ്ണുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഈ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ BEd ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും 2 അക്ഷരമുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ട് വല്ല ഫോർച്യൂണറോ ഓഡിയോ എടുത്തിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന 4 ഹോൺ അടിക്കും. അയാളിങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവും, കൂളിംഗ് ഗ്ലാസ് കഴിക്കും, കാറിൻ്റെ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തും. അപ്പോഴാണ് ഇയാളുടെ ഈ ചെറുപ്പക്കാരന് ആകെ 28 വയസ്സേ ആയിട്ടുണ്ടാവും. ഇയാളുടെ ഉപ്പാപ്പയാവാൻ പ്രായമുള്ള പാവം മനുഷ്യനായിരിക്കും ഗേറ്റ് കീപ്പർ. കാല് മുടന്തുള്ള മനുഷ്യനായിരിക്കും, കാലിങ്ങനെ വേച്ച് നടക്കുന്നുണ്ടാവും. ആ ഗേറ്റ് കീപ്പർക്ക് ഒരു ജയിൽ കൂട് പോലത്തെ ഒരു കൂട്ടിലായിരിക്കും താമസം ഉണ്ടാവുക. അയാളുടെ ഭാര്യയും മക്കളും അയാളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു 6000-ന് 8000-ന് ജോലി ചെയ്യായിരിക്കും. അയാളിങ്ങനെ തിരിച്ച് വരുമ്പോഴാണ് മൂപ്പരിങ്ങനെ ഭയങ്കര ഷൂട്ടിങ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ധിക്കാരികളായി മാറുന്നത്? ഈ ധാർഷ്ട്യ സ്വഭാവം ഈ കുട്ടിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? വീട്ടിൽ നിന്ന് അദബ് കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും നല്ല ഡിവൈസും കൊടുത്തു മാത്രമല്ലാതെ വേറെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. വീട്ടിലുള്ളത് പോലെയാണ് കുട്ടികൾ നന്നാവലും മോശാവലൊക്കെ. അങ്ങനെ സംഭവിക്കരുത്. ചെറിയ കാലത്ത് തന്നെ ഉസ്താദ്മാർ വന്നാൽ എന്തോ മോനെ സോഫമ്മൽ കാലൊക്കെ കയറ്റിയിട്ടിരിക്കണത് താഴ്ത്ത് അത് വേണ്ടേ. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഭക്ഷണത്തിൻ്റെ സമയത്ത് നല്ല അദബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനെന്താ വേണ്ടേ? ഭക്ഷണ സമയത്ത് നമ്മുടെ കൂടെ ഇരുത്തണം കുട്ടികളെ. ഓവറായിട്ട് കഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ. ഇവനെ കണ്ട ഉസ്താദെ നല്ല മോന, ഓൻ തീരെ തിന്നൂല, എന്തെങ്കിലും ദിക്കറുണ്ടോ അവൻ ചോദിക്കും. ഓൻ നല്ലോണം തിന്നണം. ഓൻ എത്ര തിന്നും? ആകെ 2 ചപ്പാത്തി 2 പത്തിരിയൊക്കെ തിന്നുള്ളൂ. ഓൻ എത്രാം ക്ലാസ്? 2ാം ക്ലാസ്. പിന്നെ എത്ര തിന്നണ്ടേ? ഇവനെ ആകെ UKG-യിലുണ്ട്. എത്ര നല്ല തിന്നും, നല്ല മോന. എത്ര തിന്നും? 5 ചപ്പാത്തിയൊക്കെ. ഇവൻ SLC ആയാലും എന്തായിരിക്കും അവസ്ഥ? വീട് തന്നെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്.
ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയേ വേണ്ടത്. ഓവർ തിന്നുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കുന്ന സ്വഭാവമുള്ള ചില പിള്ളേരുണ്ടാവും, അതും നിരുത്സാഹപ്പെടുത്തണം. ഗസാലി ഇമാം പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുക മൗലിദ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷനിൽ, വേറെ എന്തെങ്കിലും പ്രോഗ്രാമിൽ. അപ്പോൾ ഈ കോണിപ്പടിയിലൊക്കെ ഇരുന്നിട്ട് ചില പിള്ളേരിങ്ങനെ നോക്കും. CCTVൻ്റെ ഒരു ചുമതല. മൂപ്പരെത്ര കാടയുടെ, കോഴിയുടെ, പൊരിച്ചയുടെ, ഫ്രൈയുടെ കാലം എത്രയാണ് എടുക്കുന്നത്, മറ്റേ ആൾ ഭയങ്കര തീറ്റയാണല്ലോ, അങ്ങനത്തെ കുട്ടികളെ വിളിക്കുക. ഗസാലി ഇമാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാം, അവരെ വിളിക്കുക, നീ കഴിച്ചാ, അപ്പുറം പോ. അങ്ങനെ കുട്ടികൾക്ക് നമ്മളെ കൂടെ ഇരുത്തിയിട്ട് ബിസ്മി ചൊല്ലാനും അൽഹംദുലില്ലാ ചൊല്ലാനും വലത് കൈ കൊണ്ട് തിന്നാനും അടുത്തുനിന്ന് തിന്നാനും 2 കൈയും കഴുകാനും മറ്റുള്ളവരെ പരിഗണിക്കാനും കൂടി കുട്ടികളെ പഠിപ്പിക്കണം. ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഈ പ്ലേറ്റിൽ 2 ചിക്കൻ പീസാണ് ഉള്ളത്, ഒന്ന് ഇത്താത്തൊക്കെ കൊടുക്കണേന്ന് കുട്ടിനോട് പഠിപ്പിക്കണം നമ്മൾ. ഫ്രിഡ്ജിൽ 2 കോഴി അങ്ങനെ തന്നെ നൃത്തത്തിലുണ്ട്, റുക്കൂയിലുണ്ട്, സുജൂദിലുണ്ട്, അത് പൊരിക്കാന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഈ കുട്ടിക്ക് മനുഷ്യത്വം, മനുഷ്യപ്പറ്റുള്ള ജീവിതം പഠിപ്പിക്കണം. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഒരു വിഷമവും പഠിപ്പിച്ചിട്ടില്ല, വേണ്ട പോലെ വാങ്ങിക്കൊടുത്തിന്, നല്ല ഡയലോഗല്ല ആ കുട്ടിയൊക്കെ പഠിപ്പിക്കും. പലപ്പോഴും പല പാരൻറ്റിൻ്റെ അടുത്തുനിന്ന് വരുന്ന നിലപാട് അങ്ങനെ അല്ല. ഉപ്പ ചോക്ലേറ്റ് വാങ്ങിന് ഇപ്പം തന്നാൽ മറ്റവരെല്ലാം കാണും, അതുകൊണ്ട് റൂമിൽ നിന്ന് തരാം. ഈ കുട്ടിക്ക് നമ്മൾ എന്താണ് ഇതിലൂടെ പഠിപ്പിച്ചത്? ഒരാൾക്കും കൊടുക്കരുത് എന്നല്ലേ പഠിപ്പിച്ചത്. ഇപ്പോൾ ഇതാ കീശയിലേക്ക് മെല്ലെ ഇങ്ങോട്ട് വാ, ഇതെന്തട ഹുണ്ടിപ്പണ, ഇതെത്തട കഥ, ഇങ്ങോട്ട് വാ, കീശയിലിട്ട് മേലെ റൂമിൽ പോയിട്ട് തിന്നിട്ട് മെല്ലെ വാ. ഈ കുട്ടി പെരും കള്ളനായി മാറുന്ന ഗസാലി ഇമാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്. അങ്ങനല്ല, ആ കുട്ടിക്ക് ജീവിതം പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ അദബുകളൊക്കെ പഠിപ്പിക്കണം. ഉറക്കത്തിൻ്റെ മര്യാദ പഠിപ്പിക്കണം. പുതിയ തലമുറനെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് നേരത്തെ ഉറങ്ങാനാണ്. നിം ബാക്കിറ, നേരത്തെ ഉണരുക, നേരത്തെ ഉറങ്ങുക. ഏർലി വൈക്കപ്പ്, ഏർലി സ്ലീപ്പ്, നേരത്തെ ഉറങ്ങുക. എല്ലാ നെറ്റ് ബ്രൗസിങ് സൗകര്യങ്ങളും വൈഫൈ സൗകര്യങ്ങളൊക്കെ സ്റ്റോപ്പാക്കുക. നേരത്തെ ഉറങ്ങുക, കുട്ടികൾ നന്നാവട്ടെ. നിന്നെ പൂവൻ കോഴി തോൽപ്പിക്കരുത് എന്ന് ഗസാലി ഇമാം പറയുന്നുണ്ട്. നിന്നെ പൂവൻ കോഴി തോൽപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നീ ഉണരുന്നതിന് മുമ്പ് എപ്പോഴും പൂവൻ കോഴി ഉണരുക. നാണക്കെട്. മനുഷ്യന്മാരോട് തോറ്റ പിന്നെ ഒപ്പിക്കുക, ഇതാരോടാ തോറ്റത് നോക്കിയേ. കുട്ടികൾ നേരത്തെ ഉണരുന്നവരാവും. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. മക്കൾ നന്നാവാനുള്ള 7ാമത്തെ കാര്യം, കുട്ടികൾക്ക് കുഞ്ഞിളം കാലത്തു തന്നെ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം. വളരെ ചെറിയ കാലത്ത് തന്നെ കുട്ടികൾക്ക് തഅ്ലീം പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. നീ എന്താ ഉപ്പാനെ പറഞ്ഞത്? നീ എന്താ ഉപ്പാനെ പറഞ്ഞേ? അയാൾ പോയി പണിയൊക്കെ കിട്ടുന്നതാണ്. നിൻ്റെ ആ +2 കാലത്താണ് ഈ കൊറോണ അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നത്. അന്ന് ഉപ്പാൻ്റെ 3 മാസത്തെ സാലറി ഉപ്പ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് നിനക്കൊരു നല്ല ഫോൺ വാങ്ങി തന്ന ഓൺലൈൻ ക്ലാസ്. ഇപ്പം ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്ക് 2 ഇംഗ്ലീഷ് വർത്താനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതായില്ലേ അല്ലേ? നീ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഉപ്പ ഫോൺ എടുത്താൽ ഒരു 5 മിനിറ്റ് ഉപ്പാനോട് ഉണ്ടോ? ഫോൺ എടുത്താൽ എന്താ പറയൽ? ഉമ്മയില്ലേ അതല്ലേ ചോദിക്കൽ. അങ്ങനെ ഓവറായിട്ട് എന്നെ ബഹുമാനിക്കണമെന്നൊന്നുമില്ല. ആദ്യം ഉപ്പാനെ ബഹുമാനിക്കുക കേട്ടോ. ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലി ഇമാം പറയാത്. നമ്മളെ ഉമ്മമാർ പലപ്പോഴും എന്താ ചെയ്യൽ? എന്താണ് കരയുന്നത്? ഉപ്പ അടിച്ചേനാ? സഹിക്കുമോനെ, ഉമ്മ 25 കൊല്ലമായി നിൻ്റെ ഉപ്പാനെ സഹിക്കുന്നു. ഹൈ, വെരി ഗുഡ്. എങ്ങനെ ഈ കുട്ടി നന്നാവുക? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. ഇനി തിരിച്ചു അങ്ങനെ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. നീ ഉപ്പാനെ കാണുമ്പോൾ ഭയങ്കര പേടി, ഉപ്പ നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കൽ, ഉമ്മാനെ തീരെ വിലയില്ല അല്ലേ? ഒരു ടൂറിനൊന്നും വേണ്ട, ഉമ്മാരെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി. നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ടല്ലടോ ഈ കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും പഠിച്ചത്. അന്ന് ഈ പമ്പേഴ്സൊന്നുമില്ല. ആ മടിത്തട്ടിലവിടെ മൂത്രയ്ക്കാനും കാഷ്ടിക്കാനും പഠിച്ചതന്നെ നീ. നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയി ഏത് കൈ കൊണ്ടാണ് വൃത്തിയാക്കൽ? ഇടത് കൈ കൊണ്ട്. നിൻ്റെ കാഷ്ടം വലത് കൈ കൊണ്ടൊരു ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഉമ്മയായിരിക്കും. ആ ഉമ്മാക്ക് ഒരു മുസാഫാത്തില്ല, ആ ഉമ്മാനിക്ക് മെയിൻ്റില്ല.
അല്ലേ? നീ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹൈ ലെവൽ 2 പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട്, മറ്റന്നാൾ ഒരു PhD വാക്കുണ്ട്. നീ എവിടെ എത്താനാടാ നീ പോണത്? ആദ്യം ഉമ്മാരെ പൊരുത്തം വാങ്ങണം. ഇതാരെ പഠിപ്പിച്ചിട്ടുണ്ട്? ഉപ്പ. മൂത്താപ്പമാരോടുള്ള ഉപ്പയുടെ സഹോദരന്മാരുണ്ടാവുമല്ലോ, മൂത്താപ്പ ഇളയപ്പ എന്ന് പറയുന്നത് അമ്മ, അവർ ഉപ്പയുടെ സ്ഥാനത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഉപ്പൻ്റെ സ്ഥാനത്താണ്. പുതിയ ജനറേഷൻ അതൊന്നും പറ്റൂല. കല്യാണത്തിൻ്റെ വിഷയത്തിലാറ്റം മൂത്താപ്പ ഇളയപ്പ ഇടപെട്ടാൽ അയാൾ എന്തിനാ ഇടപെടുന്നു? അയാൾ പണ്ടൊന്നും തരൂലല്ലോ, വല്ല അഭിപ്രായം പറയാൻ നിൽക്കുന്നു. ഇതല്ലേ? ഇതൊന്നും ഇസ്ലാമല്ല മോനെ, ഇതൊന്നും ഇസ്ലാമല്ല. ഖാലത്ത്, ഉമ്മാൻ്റെ ഏട്ടത്തി അനിയത്തിമാരില്ലേ, അവർ ഉമ്മാൻ്റെ സ്ഥാനത്തെന്നാണ് ഇസ്ലാം സിദ്ധാന്തിക്കണത്. അവരെ ബുദ്ധിമുട്ടിക്കരുത്. പണ്ഡിതന്മാർക്ക് ദീർഘമായ ചർച്ചയുണ്ട്. ഇളയമാനെ ബുദ്ധിമുട്ടിക്കുന്നതും മൂത്തമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നതും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊരു ചർച്ച തന്നെ ഉണ്ടല്ലോ. ഇബ്നു ഹജർ തങ്ങളല്ലേ സവാദിറിൽ ഉദ്ധരിക്കണത്. ഇളയമാനെ ബഹുമാനമുണ്ട് ഇപ്പോൾ, മൂത്തമ്മാനെ ബഹുമാനമുണ്ട് ഇപ്പോൾ, ആർക്കെങ്കിലും വേണം ഇപ്പോൾ. അപ്പോൾ ഈ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം കുട്ടികൾക്ക് കുഞ്ഞിളം കാലത്തു തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഉസ്താദിനോടുള്ള ബഹുമാനം ആരാ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഉപ്പിയും ഉമ്മയും തന്നെ. നീ എന്താ ഉസ്താദിനെ പറഞ്ഞത്? അതെല്ലാം അവിടെ നിൽക്കട്ടെ. നീ ഉസ്താദിന് എന്താ പറഞ്ഞത്? നീ സാർ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് വാ. അതിൽ പിന്നെ ബാക്കി നമുക്ക് പൊരുത്തപ്പെടിച്ചിട്ട് മതി. ബാക്കി അത് ഉപ്പിയും പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ മദ്രസയിലേക്ക് ആക്കുന്നു? പിന്നെന്തിനാ സ്ഥാപനത്തിലേക്ക് ആക്കുന്നു? ഉസ്താദുമാരാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് ഉപ്പാനോടും ഉമ്മാനോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ മദ്രസയിൽ ഒരു ഉസ്താദ് കുട്ടികളോട് പറയാ, ഇവൻ്റെ ഉപ്പാനെ പോലെ ഒന്നും ആരും അയക്കല്ലേ, ഈ കുട്ടിക്ക് ഇനി ബിർറുൽ വാലിദൈനി പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? നിൻ്റെ ഉപ്പാരാടാ, വെറുതെ അല്ലേ നീ ഇങ്ങനെ ആയിരുന്നു. ആ കുട്ടീനോട് ഡയലോഗ് അടിച്ചാൽ ഇനി പിന്നെ കുട്ടികളോട് ഉപ്പ ഉമ്മ എന്നുള്ള ബഹുമാനം എന്തു കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ലാസ്റ്റ് കാര്യം പറഞ്ഞു നിർത്തണം. നമ്മളുടെ കുട്ടികളിൽ നല്ല കാര്യം കണ്ടാൽ മോശം കാര്യം കണ്ടാൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? പലപ്പോഴും പാരൻറ്റിങ് എന്താണ്, ഇസ്ലാമിക പാരൻറ്റിങ് എന്താണെന്ന് അധികം ആൾക്കും അറിയില്ല. അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരവരങ്ങനെ പാരൻറ്റിങ് നടത്തലാണ്. പറ്റൂല. ഇസ്ലാമിന് കറക്റ്റ് റൂട്ടുണ്ട്. അതിന് നല്ല കാര്യം കണ്ടാൽ കുട്ടികളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ മക്കൾക്ക് എന്തോ ഒരു നല്ല കാര്യം ഉണ്ടായി, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡറായി. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവർക്ക് സമ്മാനം കൊടുക്കണം. സമ്മാനമാണെന്ന് അവർക്കും തോന്നണം കേട്ടോ. 5 രൂപ കിട്ടുന്ന ജെംസ് ഓരോന്ന് കൊടുക്കലല്ല സമ്മാനം. അവർക്കും തോന്നണം ഇത് സമ്മാനമാണ് എന്ന്. 2, ആൾക്കാരുടെ ഇടയിൽ വെച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. എൻ്റെ മോനെ കണ്ട, മാഷാ അല്ലാഹ്, ഉപ്പാര മോളല്ലേ, എങ്ങനെ മാർക്ക് കിട്ടാതിരിക്കുക? ആ കുട്ടി അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഉപ്പാക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും. ഉപ്പാര മോളല്ലേ. ആ അർത്ഥത്തിൽ അവരെ അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹിയിൽ വിവരിക്കുന്നുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുന്നു, നമ്മുടെ മക്കളിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വട്ടം തിരുത്തി കൊടുക്കണം, ഒറ്റ വട്ടം തിരുത്തി കൊടുക്കണം. ആ തെറ്റ് പിന്നെ ഒരു ഘട്ടത്തിൽ പോലും ആ കുട്ടിയോട് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരു ഘട്ടത്തിലും അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ് എന്ന് മാത്രമല്ല, അത് മക്കളോടുള്ള നിലപാട് മാത്രമല്ല, കൂട്ടുകാർ തമ്മിലാണെങ്കിലും പഴയ തെറ്റൊന്നും വീണ്ടും പുറത്തെടുത്തിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് അതിനെ എന്തു പറയാം എന്ന് ചോദിച്ചാൽ, പഴയ വീഡിയോസ് ഒന്നും കൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്, അതാണ് അതിൻ്റെ പുതിയ അർത്ഥം. ഇപ്പോൾ ഒരു ഷറഹ് ഇതാണെങ്കിൽ അതിനങ്ങനെയാണ് എഴുതേണ്ടത്. സൗഹൃദത്തിലായിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പഴയ തെറ്റ് പറഞ്ഞിട്ട് വീണ്ടും കുറ്റപ്പെടുത്തലും തെറ്റിക്കലും നിഫാഖിൻ്റെ പണിയാണ്. അതൊരിക്കലും ചെയ്യരുത്. മുനാഫിഖിൻ്റെ ഒരു അടയാളാണല്ലോ വഇദാ ഖാസമ ഫജറ, തെറ്റിയാൽ തമ്മാടിത്തം പറയും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും അതില്ലാന്ന്. മുനാഫിഖീങ്ങളുടെ മിക്ക അടയാളങ്ങളും നമ്മളെപ്പോഴും പേടിയോടെ കാണണം. ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സുകൊണ്ട് തെറ്റും.
അയാളെക്കുറിച്ച് ഞാൻ ഒന്നും പറയണില്ല, നമ്മൾ ഒന്നിച്ച് സംഘടനയിൽ പ്രവർത്തിച്ചതാണ്. മൂപ്പര് എത്ര പ്രവർത്തിക്കും നമുക്കറിയാം. ഇപ്പല്ലേ മൂപ്പര് ഭയങ്കര ഡയലോഗെല്ലാം തുടങ്ങി. ഇത് ഹാസമ ഫജറ, തെറ്റിയാൽ തമ്മാടിത്തരം പറയൽ മുനാഫിഖിൻ്റെ അടയാളം. അത് നമ്മളിൽ ഉണ്ടാവരുത്, ഒരിക്കലും സംഭവിക്കരുത്. പഴയ തെറ്റ് പറഞ്ഞ് കുറ്റപ്പെടുത്തരുതെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയും. എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ കുട്ടികളിൽ ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തുക, പിന്നെ ആ തെറ്റ് പറഞ്ഞിട്ട് ആ കുട്ടീനെ കുറ്റപ്പെടുത്താൻ പാടില്ല, അത് കടുത്ത തെറ്റായി മാറും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസം ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പം അടുക്കള ഭാഗത്തുനിന്ന് പുക ഇങ്ങനെ ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് 15,000 രൂപ കൊടുത്തിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ ആക്കിയിട്ട് ഇപ്പം എന്ത് ഒരു പണിയൊന്നും ശരിയില്ലപ്പം എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോഴേക്ക് ഈ അടുപ്പെന്നല്ല, നമ്മളെ മൂത്ത മോന് ഫേസിൽ വലിക്കുകയാണ് സംഭവം. അത് നമ്മൾ കയ്യോടെ പിടിച്ചു. അപ്പോൾ ആ കുട്ടിയോട് നമ്മൾ ഉസ്താദിൻ്റെ മുമ്പിൽ ഇത് ഭയങ്കര സംഭവം, സ്കൗട്ടിൻ്റെ ക്യാപ്റ്റൻ, ദഫിൻ്റെ ലീഡർ, ഹോ ഇങ്ങോട്ട് വാ, നിൻ്റെ എല്ലാം ഞാൻ പൊളിച്ചേരാൻ എന്നിട്ട് ആ കുട്ടീനെ കൊടുക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, അപ്പോൾ ഞാനത് ചെയ്യൂല, ഇനി ചെയ്തു പോയതാണ്. ഉറപ്പാണോ? ഷുവർ, ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വാക്ക്. ഇനി ജീവിതത്തിൽ ആ പുക വലിച്ചത്, സിഗരറ്റ് വലിച്ചത് ആ കുട്ടീനോട് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ നമുക്ക് ഇസ്ലാം അനുമതിയില്ല. ആ കുറ്റപ്പെടുത്തുന്നത് കടുത്ത തെറ്റായിട്ടാണ് ഇസ്ലാം പറയുന്നത്. ഇതേ ഫൈസൽ SSLC ജയിച്ചപ്പോൾ SSFൻ്റെ കുട്ടികൾ മൊമെൻറ്റോ സമ്മാനമൊക്കെ കൊടുത്തിട്ട് കുഡോസ് എന്നൊരു പദ്ധതിയിൽ അഭിനന്ദിക്കാൻ വേണ്ടി ആ കുട്ടീനെ വന്നു. ഫൈസൽ എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ ഈ ന്യൂ ജെൻ ആകുമ്പോൾ വൈബ് സെറ്റായ കൊള്ളർ ഒരു ബട്ടനൊക്കെ കഴിച്ചിട്ട് കോളറൊക്കെ എത്രയാ മൊമെൻറ്റോ. അപ്പോൾ നമുക്കത് പിടിക്കാത്തതുകൊണ്ട് മറ്റേത് പറയണ ഏതുപ്പാ, അത് നമ്മളിൽ നിന്ന് വന്ന ഒരു ഹറാമാണത്, നമ്മളത് പറയാൻ പറ്റില്ല. ഒരു തെറ്റൊരു കുട്ടിയിൽ നിന്ന് സംഭവിച്ച് തിരുത്തി കൊടുത്താൽ ആ തെറ്റ് പിന്നെയും പറയൽ ഇസ്ലാം ഒരു നിലക്കും അനുവദിക്കില്ല. നമ്മളെ മക്കളെ സ്നേഹത്തോടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം.